ഹായ് ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെ എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാ ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ്. ഇന്നലെ നല്ല മഴയാണ് കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ. അധിക സ്ഥലത്തും നല്ല മഴ തന്നെയാണ്. അപ്പോൾ ഇവിടെ അതേപോലെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ മഴ ചോർന്നിട്ടുണ്ട്. മഴ ചോർന്നപ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്ട് ഇങ്ങനെ വീഡിയോ എടുത്താട്ടോ. നമ്മൾ വീടിൻ്റെ താഴെ ഭാഗത്തുള്ള തോടൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വൈകുന്നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ. കുട്ടികൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് സമയം. അപ്പോൾ ഒരിക്കൽ ചായക്ക് കടി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ മഴ ചോർന്നപ്പോഴേ ഒന്ന് പുറത്തിറങ്ങി നോക്കിയതാണ് കേട്ടോ. തോട്ടിലെ വെള്ളമൊക്കെ ഒന്ന് കാണാൻ. തോട്ടിൽ വെള്ളം നിറഞ്ഞിക്കണമെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ജനലിനുള്ളിൽ കൂടെ നോക്കും കേട്ടോ. അങ്ങനെ വെള്ളം അറിയലൊന്നുമില്ല. എന്നാലും മഴ ഇങ്ങനെ നിൽക്കാതെ പെയ്യുമ്പോഴേ ഒരു പേടിയാണ്. അപ്പോൾ ഒന്ന് ഇറങ്ങി നോക്കിയതാട്ടോ. പിന്നെ ഇന്നത്തെ ദിവസത്തെ ഉച്ചക്ക് ലഞ്ച് ഉണ്ടാക്കിയതും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കണല്ലോ. അപ്പോൾ ഇതും ഇന്നലെ എടുത്ത വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഉച്ച കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരമാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ കുട്ടികൾ സ്കൂളിട്ട് വരുന്ന സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരുക്ക് കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കിന്ന് ഒരു പഴമൊക്കെ കഴിച്ചിട്ട് പഴമൊക്കെ ഫില്ലിങ് കൊടുത്തിട്ടുള്ള നല്ലൊരു സ്നാക്സ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ചായക്കുള്ള വെള്ളം വെക്കട്ടെ. അപ്പോൾ ഞാൻ ആദ്യം ചായക്ക് വെള്ളം വെക്കട്ടെ എന്ന് ചായ ഉണ്ടാക്കുമ്പോൾ ചില കൂട്ടുകാരൊക്കെ കമൻറ്റ് ബോക്സിൽ പറയലുണ്ട്. അപ്പോൾ ചായ ലാസ്റ്റ് ഉണ്ടാക്കിയ പോരെ ഇല്ലെങ്കിൽ ചൂടാറൂല എന്നൊക്കെ പറയലുണ്ട്. കുട്ടികൾക്ക് ചൂടാറിയ ചായയാണ് കേട്ടോ ഇഷ്ടം. എനിക്കാണ് നല്ല ചൂടുള്ള നല്ല തിളച്ച ചായ വേണ്ടത്. ഞാൻ പിന്നെ കുടിക്കുന്ന സമയമാകുമ്പോഴത്തേന് ചൂടാറിയിക്കുകയാണെങ്കിൽ അപ്പോൾ ഒന്ന് ചൂടാക്കും. അപ്പോൾ ഇതങ്ങനെ ശീലമായിട്ടോ. രാവിലെ ഇതേപോലെ തന്നെയാണ് ആദ്യം കിച്ചണിൽ വന്നാൽ ചായ ഉണ്ടാക്കൽ. വൈകുന്നേരം ആണെങ്കിലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും പാലും വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ സ്നാക്സ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഇതിലേക്ക് കുറച്ച് തേങ്ങ വേണം. അപ്പോൾ ഞാൻ തേങ്ങ ചിരകി എടുക്കുന്നുണ്ട്. അങ്ങനെ തേങ്ങയൊക്കെ ചിരകിയെടുത്ത് അപ്പോൾ തന്നെ ഇതാ ചായക്ക് വെച്ച വെള്ളവും തിളച്ചിട്ടുണ്ടതിന്. അപ്പോൾ അതിക്ക് ചായപ്പൊടിയൊക്കെ ഇട്ട് ചായ അവിടെ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇനി കുടിക്കുന്ന സമയമാകുമ്പോഴേ മധുരമൊക്കെ ഇട്ട് കൂട്ടുള്ളൂ. ഇപ്പോൾ തിളപ്പിച്ചവിടെ വെക്കും. അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരുന്ന സമയത്ത് ചായയും കടിയൊക്കെ റെഡിയാക്കി ഇങ്ങനെ പ്ലേറ്റിലാക്കി വെച്ചേക്കുകയാണെങ്കിൽ വരുമ്പോൾ ഭയങ്കര ഇഷ്ടമായിക്കാറ് കേട്ടോ. അതെല്ലാ മക്കൾക്കും അങ്ങനെ തന്നെ ആവില്ലേ. സ്കൂളിട്ട് വരുന്ന സമയത്ത് ഒരു വിശപ്പാണല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിക്കാരും. അപ്പോൾ എന്നൊന്നും ഇതേപോലെ പലഹാരമൊന്നും ഉണ്ടാക്കലില്ല. എപ്പോഴേലൊക്കെ വീട്ടിൽ ഒഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കലുമുണ്ട്. അപ്പോൾ നമുക്കിതാ ഇനി പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പാത്രം എവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ബോക്സിൽ ഓരോരുത്തർ ചോദിക്കലുണ്ട്. ഫേസ്ബുക്കിൽ നിന്നും ചോദിക്കലുണ്ട്, അതേപോലെ തന്നെ യൂട്യൂബിൽ നിന്നും ചോദിക്കലുണ്ട് കേട്ടോ. യൂട്യൂബിൽ സ്ഥിരമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്കറിയാം ഇൻഡസ് വാലിത്തെ പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ആവശ്യമുള്ള ഒരു റസീന 12 എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്തിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ വെള്ളത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ വെള്ളം തിളച്ച് വരട്ടെ. അത് ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പ്ലേറ്റിലേക്ക് ഇതാ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 കപ്പ് മൈദയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അരിപ്പൊടിയും മൈദയും എല്ലാ ഭാഗത്തൊന്നും ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇപ്പം നമ്മളെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലിട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ. നമ്മൾ പൂവടയൊക്കെ ഉണ്ടാക്കുമ്പോഴേ ചില സമയത്ത് ഇങ്ങനെ പൊട്ടിപ്പോവുമല്ലോ. അങ്ങനെ വരൂല കേട്ടോ. അതേപോലെ അരിപ്പൊടിൻ്റെ കൂടെ കുറച്ച് മൈദയും കൂടെ കൂട്ടുകയാണെങ്കിൽ. അപ്പോൾ ഇതാ നമ്മൾ പൊടിയൊക്കെ ചേർത്തിട്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് പാകമാണ് കേട്ടോ. കറക്റ്റാണ് ഈ വെള്ളം. 1 കപ്പ് അരിപ്പൊടിക്കും 1 കപ്പ് മൈദയ്ക്കും 2 കപ്പ് വെള്ളം പാകമാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിക്ക് ഒഴിച്ച വെള്ളത്തിൽ കുറച്ച് നെയ്യും ചേർത്ത് കൊടുത്തില്ലേ. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ മാവ്. പിന്നെ പെട്ടെന്ന് തന്നെ സോഫ്റ്റ് ആവും. കുറേ പ്രാവശ്യം കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതപ്പോൾ പൊടി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് അത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറെയും കുറച്ച് പരിപാടി ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ സ്നാക്സ് ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു 2-3 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതും തൊലിയൊക്കെ കളഞ്ഞാണ്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സ് തന്നെയാണ് കേട്ടോ ഇത്. അധികം മധുരമല്ല എന്നാൽ പാകത്തിനുള്ള മധുരമുള്ള അങ്ങനത്തെ ഒരു സ്നാക്സ് ആണ് കേട്ടോ. ഓവർ മധുരമായാൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം ടേസ്റ്റ് ഉണ്ടാവില്ല എന്നല്ല, ചിലർക്ക് ഇഷ്ടം ഉണ്ടാവില്ല. ഇവിടെ എൻ്റെ മക്കൾക്കൊന്നും അങ്ങനെ നല്ല മധുരം ഇഷ്ടമല്ല കേട്ടോ. ഒരു പാകത്തെ മധുരമാണ് അവർക്കൊക്കെ ഇഷ്ടം ഇങ്ങനെ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പഴമൊക്കെ നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
നെയ്യിലിട്ടിട്ടാണ് കേട്ടോ അത് വാട്ടിയെടുക്കുന്നത്. പഴം എളുപ്പം വാടിക്കിട്ടും. അപ്പോൾ ഞാൻ പാനൊക്കെ അടുപ്പത്ത് വെച്ചേക്ക് ഒരു 1/2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചൂടായിട്ട് നമുക്ക് ആ പഴത്തേക്ക് ഇട്ടിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മളിപ്പോൾ നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഏത് പഴമായാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നേന്ത്രപ്പഴമാണ് കൂടുതൽ ടേസ്റ്റ്, ചെറുപഴത്തിനെക്കാട്ടിലും ടേസ്റ്റ് നേന്ത്രപ്പഴമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ആ പഴമൊക്കെ ചേർത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിക്ക് മധുരത്തിന് ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിക്ക് മധുരത്തിന് പഞ്ചസാര കേട്ടോ ചേർക്കുന്നത്. അതൊക്കെ നമ്മളെ ടേസ്റ്റിനനുസരിച്ചിട്ടും നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും ചേർക്കാം. ഇനിയിപ്പോൾ പഴം അങ്ങനെ ചെറുതായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ, നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ എന്തുണ്ടാക്കുകയാണെങ്കിലും അതിൻ്റെ ഫില്ലിങ് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പലഹാരവും നല്ല ടേസ്റ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പലഹാരം അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ നമ്മളിതാ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് മിക്സ് ആക്കി കൊടുത്തു. പിന്നെ ഞാനിവിടെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിരുന്നല്ലോ, അതും ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് മതി കേട്ടോ, കൂടുതൽ പഴമാണ് വേണ്ടത്. ഇനി തേങ്ങ ഒന്ന് ചൂടാവണം. അപ്പോൾ ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. തേങ്ങ ഇതിലിട്ടിട്ട് തേങ്ങ ഒന്ന് ഇതേപോലെ മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പഞ്ചസാര കേട്ടോ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ഉരുക്കിയിട്ട് ശർക്കര ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ പഞ്ചസാര ഒരു 3-4 സ്പൂൺ ഉണ്ടാവും കേട്ടോ അത്. അപ്പോൾ ഇതാട്ടോ പഞ്ചസാര ചേർത്തിട്ട് നമുക്കിതുപോലെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളെ റെസിപ്പീസൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കലുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. കമൻറ്റ് ബോക്സിൽ ചില കൂട്ടുകാരൊക്കെ പറയലുണ്ട് നിങ്ങളെ കുക്കിംഗ് കണ്ടിട്ട് അതേപോലെ കറിയൊക്കെ അതേപോലെ ഉണ്ടാക്കലുണ്ട്, ടേസ്റ്റ് ഉണ്ടാവലുണ്ട് എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അപ്പോൾ ഈ ഒരു റെസിപ്പി അതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ അതും, കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മളെ ഫില്ലിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ പൊടി ഉണ്ടല്ലോ അത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്, കുറച്ച് ചൂടൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ പത്തിരി ചീറ്റിക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ വേഗം ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. എളുപ്പം കുഴഞ്ഞു കിട്ടും. നമ്മൾ ആ ഒരു വെള്ളത്തേക്ക് കുറച്ച് നെയ്യ് ചേർത്തതുകൊണ്ട് എളുപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ അതേപോലെ തന്നെ കുറച്ച് മൈദയും ചേർത്തിക്കണമല്ലോ, അതുകൊണ്ട് എളുപ്പം സോഫ്റ്റ് ആയിട്ട് വരും. കുറേ നേരം കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്കിത് അങ്ങനെ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഒരു പാകത്തെ വലിപ്പത്തിനാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ചപ്പാത്തിക്കൊക്കെ ബോൾസ് ആക്കൂലേ, അത്ര പോകുന്ന ബോൾസാണ് ഇട്ടാക്കിയിരിക്കുന്നത്. പത്തിരിക്ക് എടുക്കണക്കാട്ടിലും കുറച്ച് വലുതായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ പത്തിരി ആകുമ്പോൾ നമ്മൾ കട്ടില്ലാതല്ലേ പരത്തുക, ഇത് കുറച്ച് കട്ടി വേണം, നല്ല കട്ടി വേണ്ട, ഒരു പാകത്തെ കട്ടിട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒക്കെ ഇതേപോലെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പത്തിരി പ്രസ്സിലിട്ടിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ട് അതിക്ക് ഇതാ ഫില്ലിങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പൂവടയൊക്കെ ഉണ്ടാക്കൂലേ ആ ഒരു രീതിയിൽ തന്നെ. അപ്പോൾ ഞാൻ പരത്തിയെടുത്തതേ കുറച്ച് കട്ടി കുറവായിട്ടുണ്ട് കേട്ടോ. കുറച്ച് കട്ടി കുറവായുള്ള പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ ഇത് വേഗം പൊട്ടും. ഫില്ലിങ് കുറച്ച് കൂടുതലും കൂടി ആണെങ്കിൽ പറയണ്ട. അപ്പോൾ ഞാൻ പാകത്തിനുള്ള ഫില്ലിങ് ഒക്കെ ആക്കിയിട്ട് ഇത് അതേപോലെ കൈവച്ചിട്ട് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്നിങ്ങനെ മുടഞ്ഞു കൊടുക്കാം. അപ്പം നല്ല ഭംഗിയാണ് കാണാനും. അതേപോലെ തന്നെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണ്ട കേട്ടോ എണ്ണയിലിട്ടിട്ട്. അപ്പോൾ ഫില്ലിങ് ഒന്നും പുറത്ത് പോരുമില്ല, അതിൻ്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് നിന്നോളും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എണ്ണ പലഹാരം ഇഷ്ടമില്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുത്താലും മതി കേട്ടോ, നമ്മൾ പൂവടയൊക്കെ വേവിച്ചെടുക്കണ പോലെ. അതാണ് ഒന്നും കൂടി നല്ലത്. പക്ഷെ ഇവിടെ ഇങ്ങനത്തെ പലഹാരം ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഇത് ഫ്രൈ ചെയ്താണ്ട് കൊടുക്കുന്നതാട്ടോ ഇഷ്ടം. അപ്പോൾ ഇന്ന് ഞാൻ അതുകൊണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ഓയിലേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ചെയ്യണത്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എളുപ്പം എണ്ണ കുടിക്കും കേട്ടോ. അരിപ്പൊടിയല്ലേ, വേഗം എണ്ണ കുടിക്കും. പിന്നെ പൊടിയൊക്കെ വെന്തതല്ലേ, അപ്പം ജസ്റ്റ് ഒന്ന് 2 വശം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഉള്ളിലുള്ള ഫില്ലിങ്ങും നമ്മൾ വേവിച്ചെടുത്തതാണ്. അപ്പോൾ എളുപ്പം തിരിച്ചും മറിച്ചു വിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. ഇതിങ്ങനെ ഫ്രൈ ചെയ്തിട്ടേ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ എന്താ പറയുക, നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ. അരിപ്പൊടി മൈദയും രണ്ടും കൂടെ മിക്സ് ചെയ്തതായതുകൊണ്ട്. ഇനിയിപ്പോൾ ആവിയിൽ വേവിച്ചെടുത്താൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആവിയിൽ വേവിച്ചെടുത്താൽ കുട്ടികൾക്ക് വലിയൊരു ഇഷ്ടമല്ല, അതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണതാണ് ഇഷ്ടം. പിന്നെ എപ്പോഴും നമ്മൾ എണ്ണപ്പലഹാരമൊന്നും അങ്ങനെ ഉണ്ടാക്കി കഴിക്കലൊന്നുമില്ല, എപ്പോഴേലൊക്കെ ഉണ്ടാക്കലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ അയക്കണം എണ്ണപ്പലഹാരം ഉണ്ടാക്കിയിട്ട്. അപ്പം ഇന്ന് അതുകൊണ്ടാട്ടോ ഞാൻ അത് ഫ്രൈ ചെയ്തെടുത്തത്, ഇല്ലെങ്കിൽ ആവിയിൽ വേവിച്ചെടുക്കൽ തന്നെയാണ്. അപ്പോൾ ഇതാ ഫസ്റ്റത്തെ ട്രിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഓയിലൊന്നും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ തിരിച്ചും മറിച്ചു വിട്ടിട്ട് അങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കേട്ടോ ആ ഒരു എണ്ണ വെച്ചിട്ട് തന്നെ നമ്മൾ ഈ ഒരു പലഹാരമൊക്കെ റെഡിയാക്കി എടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ എണ്ണ കുടിക്കും. അപ്പോൾ ഒക്കെ റെഡി ആയിപ്പോൾ
അപ്പോൾ ഇനി മക്കൾ വന്ന് ഇനിയിപ്പോൾ ഒരു ചായയൊക്കെ കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ പലഹാരത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.